നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കായ വറുത്തത്. നമ്മൾ കായ വറുത്ത എടുക്കുന്ന ഉപ്പേരിയാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ഒരു മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ കായായിട്ട് ഇതുപോലെ തന്നെ എന്നിട്ട് ഈ കായ ഇതിൽ മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിൽ ഓരോന്നായിട്ട് നമ്മൾ രണ്ട് സൈഡും മുറിച്ചിട്ട് ഓരോന്നായിട്ട് ഇതിങ്ങനെ നമ്മൾ കീറി ഈ കായയുടെ തൊലി നമ്മൾ കളഞ്ഞെടുക്കണം. ഈ കായയുടെ തൊലി നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കളഞ്ഞ് വെള്ളത്തിൽ നമ്മളിടും. ഇതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് നാലായിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിൽ നമ്മൾ വറക്കുന്നത്. ഇങ്ങനെ പൊളിച്ചിട്ട് പൊളിച്ച് നമ്മൾ വെള്ളത്തിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് അങ്ങനെ ഇതെല്ലാം നമ്മൾ പൊളിച്ച് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇപ്പം നമ്മൾ കായ മൊത്തം തൊലി കളഞ്ഞ് നമ്മൾ ഏകദേശം 10 മിനിറ്റോളം നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിലിട്ട് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ നാലായിട്ട് മുറിച്ചിട്ട് നാലായിട്ട് മുറിക്കുക. കായ നാലായിട്ട് മുറിക്കുക. മുറിച്ചിട്ട് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കനം കുറച്ച് നമ്മൾ അരിയണം. കനം കുറച്ച് അരിയുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളത്തിൽ നമ്മൾ പെരിക്കരിയാൻ പാടില്ല. പിന്നെ നമുക്ക് സ്ലൈസറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് സ്ലൈസറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മൾ ഈ കത്തി കൊണ്ട് നമ്മൾ അരിയണം. ഇതിങ്ങനെ നമുക്ക് അരിഞ്ഞെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിയാം. എല്ലാവരും ഓണത്തിനൊക്കെ ഉപ്പേരി തിന്നിട്ടുണ്ടാവും. 4 വറുത്ത ഉപ്പേരിയൊക്കെ തിന്നിട്ടുണ്ടാവും. അത് ഈ കായ മൂത്ത കായാണ്. പിന്നെ അതുപോലെ നമുക്ക് ഇതിൻ്റെ തൊണ്ട്, കായയുടെ തൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയും കായത്തൊണ്ടും അതുപോലെ തന്നെ ചെറുപയറോ ഈ വൻപയറോ വെച്ചൊക്കെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ കായത്തൊണ്ട് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് നല്ല ടേസ്റ്റാണത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ അരിഞ്ഞ് നല്ല രീതിയിൽ അരിഞ്ഞ് ചെറുതായിട്ട് എല്ലാം അരിഞ്ഞ് നമുക്ക് മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞ് നമ്മൾ ഉരുളി വെച്ച് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് അതിൽ വറുത്തെടുക്കുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ അടുത്ത ഇതെടുത്ത് എടുത്തിട്ട് നമ്മൾ നാലായിട്ട് കീറി. ഇതിപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലിട്ട കായ മൊത്തം അരിഞ്ഞ് കഴിഞ്ഞ് നാലായിട്ട് അരിഞ്ഞ് കഴിഞ്ഞ് ഒരാൾക്കും കാണാം എന്ത് രസമാണ്. സൂപ്പറായിട്ട് അരിഞ്ഞിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാൻ പോകും. ഇത് നമ്മളിത് വറുത്തെടുക്കണം. അതായത് നമ്മളെ വെളിച്ചെണ്ണയിൽ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്ത് നമ്മൾ ഈ അടുത്താക്കിട്ടാണ്. അപ്പോൾ നമുക്ക് ഉപ്പേരിയായി. എന്നിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മളിപ്പോൾ ഉള്ളി വെച്ച് കഴിഞ്ഞു. എന്നിട്ടിപ്പോൾ ഗ്യാസ് കത്തിക്കുകയാണ്. നമ്മൾ ഉപ്പേരി നോക്കാൻ ഉള്ളി ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോക്കനട്ട് ഓയിൽ, അതായത് ശുദ്ധമായിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. അത് ഒഴിക്കാണ് നമ്മൾ ഞങ്ങളിപ്പോൾ നാഗ്പൂരാണ്. നാഗ്പൂര് ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലാണ് ജോലി. അതുകൊണ്ടിവിടെ വെളിച്ചെണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞാണ്, നല്ല മഞ്ഞാണ്. അപ്പം മഞ്ഞാകുമ്പോൾ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ കട്ടയായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനിപ്പോൾ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഈ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉപ്പേരി കായ അത് നമുക്ക് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇടാം. അതായത്
എണ്ണയൊക്കെ തിളച്ച് നല്ല ഇതായിട്ടുണ്ട്. നമ്മളെന്തായാലും ഒരു പ്രാവശ്യം നമ്മൾ വറുക്കുകയാണ്. അതിനെ നമ്മൾ ഇതിൽ ഉപ്പൊന്നും തിരുമിയിട്ടില്ല. നമ്മളൊരുമാതിരി ഇത് എന്താ പറയുക, ഒരു നല്ല കളറൊക്കെ ആയി വരുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ്, അതായത് കല്ലുപ്പ് വെള്ളത്തിലിട്ട് ഉള്ളത് നമ്മൾ ഇതിൽ തളിക്കുന്നതാണ്. ഇപ്പം നമ്മൾ കായൊന്നും ഇതാണ്. നമ്മൾ ഇത് വെച്ചൊന്ന് നമ്മൾ ഇത് കായൊക്കെ കൂട്ടി പിടിച്ചിരിക്കണമെങ്കിൽ ഒന്ന് വേർതിരിച്ചെടുക്കാം. ഇനി നമ്മൾ ഒരുമാതിരിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് നമ്മൾ കഴിക്കണം. അയോധ്യയൊന്നും കൈകൊണ്ട് ഇങ്ങനെ എടുത്തൊന്നും നമ്മൾ നോക്കിയില്ലെങ്കിൽ അറിയാൻ പറ്റും. നമുക്ക് എന്തായാലും പൊടിയെടുക്കൽ. അതായത് നമ്മളിത് കളറൊന്നും ചേർത്തില്ല. ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ കളറ് ചേർക്കും, അപ്പം നല്ല മഞ്ഞപ്പ് വരും. അപ്പോൾ ഇതിന് കളറൊന്നും ഇല്ല. നമ്മൾ സാധാ കായ മാത്രം കഴിഞ്ഞിട്ട് നമ്മൾ അല്ലെങ്കിൽ കളറ് ചേർത്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതില്ല. നമുക്കിനി കോരി മാറ്റാം. ഇങ്ങനെ നമുക്കിനി ഇത് മൊത്തം നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ എന്തായാലും ഉപ്പേരിയൊക്കെ വറുത്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ ലാസ്റ്റ് ഇടലാണ് ഉപ്പേരി വറുക്കാൻ വേണ്ടിയിട്ടുള്ള കായ. നമ്മൾ ഏകദേശം 3 കിലോ കായയായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അത് നമുക്ക് ഈ ഉള്ളി ആയതുകൊണ്ട് 3 പ്രാവശ്യം കൊണ്ട് നമുക്കത് വറുക്കാൻ പറ്റി.
ഒന്നേരം ലാസ്റ്റ് കൂടി നമ്മൾ ഇതാണ്. അതായത് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കൂടിച്ചേരാതിരിക്കാൻ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. നമുക്കിപ്പോൾ അധികം ഉപ്പ് നമുക്ക് വേണ്ട. ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ നേരത്തെ വെച്ച ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ തളിച്ചു കൊടുത്താൽ ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കുക. വീണ്ടും നമ്മൾ ഉറപ്പിക്കുകയാണ് നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് എന്ന യൂട്യൂബ് ചാനൽ. നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തണം, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി. വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ ഞങ്ങളുടെ ശ്രീരാഗം രുചിക്കൂട്ട് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജുണ്ട്. ആ പേജിൽ നിന്ന് ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതിൽ നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ കാണാം. അതായത് ഇപ്പോൾ നമ്മൾ ഏകദേശം ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, അധികം ഉപ്പ് വേണ്ട, നമുക്ക് ലേശം ഉപ്പ് കുറച്ചധികം ഉണ്ട്. അതൊക്കെ നമ്മൾ ഒരുമാതിരി കളർ വരുമ്പോൾ നമ്മൾ കമ്മിണ്ടായിരുന്നാട്ടെ നമ്മൾ കളറൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ചില കടകളിൽ നിന്ന് കിട്ടുന്ന ഉപ്പേരി എന്ന് വെച്ചാൽ നല്ല മഞ്ഞ കളറുണ്ടാവും. അതൊരു തരം പൊടി ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കുക. ഇതിപ്പോൾ നമ്മൾ കളർ ചേർക്കാതെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ആവാനായിട്ട് നമുക്കിത് കോരിയെടുക്കാം. കൈകൊണ്ട് ഒരെണ്ണെടുത്തിട്ട് നമ്മൾ നോക്കാം. ഒന്നുകൂടാവണം, നമുക്ക് ഒന്നുകൂടാവണം. എന്തായാലും നമുക്ക് ആയിട്ടുണ്ട്. ഏകദേശം നമുക്ക് കോരിയെടുക്കാം. എന്തായാലും ഇപ്പം നമുക്കിത് കോരിയെടുക്കണം. നമ്മളിത് മൊത്തം കോരിയെടുക്കണം. കോരിയിട്ട് എല്ലാം കോരിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കണം. ഇങ്ങനെയാണ് നമ്മൾ നേന്ത്രക്കായ വറുത്ത ഉപ്പേരി നമ്മളുണ്ടാക്കണം. ആദ്യം നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് മഞ്ഞപ്പൊടി ഇട്ടു, അതിൽ കായ നമ്മൾ പൊളിച്ചിട്ടു, അത് കഴിഞ്ഞ് 4ആയിട്ട് വറുത്തു നമ്മൾ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അരിഞ്ഞ് നമ്മൾ റെഡിയാക്കി 4ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് വറുത്തു. അത് കഴിഞ്ഞ് നമ്മൾ വറുക്കുമ്പോൾ ഉപ്പ് തളിച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. എന്തായാലും നല്ല ടേസ്റ്റുള്ള ഒരു നമ്മുടെ നേന്ത്രക്കായ വറുത്ത ഉപ്പേരിയാണ്. നമുക്ക് പറഞ്ഞാൽ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ചൂടോടുകൂടി കൈയൊക്കെ പൊള്ളുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഉപ്പേരിയാണിത്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോന് ഒരു ലൈക്ക് നൽകുക. അതുപോലെ തന്നെ ശ്രീരാഗം രുചിക്കൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ചാനലിൽ ഇതുപോലെ തന്നെ നമ്മുടെ വീഡിയോകളുണ്ടാവും. അത് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് എല്ലാവർക്കും കാണാം. വണക്കം, നന്ദി.